BJP ഭയക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം രാഷ്ട്രീയ ബോധമുള്ള ഈ ഇന്ത്യയിലെ രാഷ്ട്രീയം പഠിക്കുന്ന ഏതെങ്കിലും ഒരാൾ അത്തരത്തിൽ BJP രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്ന് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ കരുതുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ അങ്ങനെ കരുതുന്നേയില്ല. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട്, കേരളത്തിലെ TRP സാഹചര്യങ്ങൾ കൊണ്ട് മാധ്യമപ്രവർത്തന നിലയ്ക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതാകാം, കൈയടിക്ക് വേണ്ടി പറയുന്നതാകാം, അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ BJP രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു എന്ന് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവെ അറിയുന്ന ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. ഒന്ന്. രണ്ട്, രാഹുൽ ഗാന്ധി ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ അല്ലേ? രാഹുൽ ഗാന്ധി ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വാസ്തവത്തിൽ രാഷ്ട്രീയമായിട്ട് ഇത്രയും കാലം അത് ഗുണം ചെയ്തിട്ടുള്ളത് BJPക്ക് അല്ലേ? അദ്ദേഹം ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ, ഏതൊക്കെ കോളേജുകളിൽ പോയിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങളിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ പരിസ്ഥിതിയാണ് രൂപപ്പെട്ടുള്ളത്. അത് രാഹുൽ ഗാന്ധിയുടെ തന്നെ വാക്കുകൾ കൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ തന്നെ പ്രസംഗം കൊണ്ട്, രാഹുൽ ഗാന്ധി തന്നെ നടത്തിയിട്ടുള്ള, നരേന്ദ്രമോദിക്കെതിരായി നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് കോൺഗ്രസ് തന്നെ വെട്ടിലാവുകയും അവർ രാഷ്ട്രീയമായി പരാജയപ്പെടുകയുമാണ് നാളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ നിന്നൊരു മാറ്റം എങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്ന് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ കൈരളി ടിവിയിൽ വെള്ളിയേട്ടൻ ടെലികാസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. ആഴ്ചയിൽ 3 വട്ടം വെച്ച് നിങ്ങൾ രാഹുൽ ഗാന്ധി റീലോഞ്ച് ചെയ്തിരിക്കല്ലേ? നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ നിങ്ങൾ രാഹുൽ ഗാന്ധി റീലോഞ്ച് ചെയ്താ ഇന്ന് നന്നായി, നാളെ നന്നായി, രാഹുൽ ഗാന്ധി ഇത്തവണ നന്നായി, ഇത്തവണ ശരിയാക്കി കളയും. ഇത് എത്ര കാലമായി? 55 വയസ്സുള്ള യുവാവിനെ നിങ്ങൾ റീലോഞ്ച് ചെയ്യാൻ വേണ്ടി കാര്യത്രയായി. ഈ നിമിഷം വരെ പൊളിറ്റിക്കലി മെച്യൂർ ആവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ.